ഇപ്പം ഇന്ന് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. വൈകിയാണ് എഴുന്നേറ്റ്, സമയം 11:30. ഒരു കോഫിയൊക്കെ കുടിച്ച് ചുമ്മാ വീടിൻ്റെ പുറത്തേക്കടെ ഇങ്ങനെ നടക്കോട്ടെ. ഇന്നത്തെ പരിപാടി ഒന്നും ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഇന്ന് ഫ്രീ ആണ്. ഇന്നിപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ കേട്ടോ. ഇപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും മീറ്റ് ഐറ്റം മേടിക്കാൻ പോവാം. നമുക്കുണ്ടല്ലോ വാന് ഡീസൽ അടിച്ചിടണം. അപ്പോൾ നമുക്ക് വാനും കണ്ട് പോവുകയാണെങ്കിൽ ആ പണി അങ്ങ് തീർന്നിട്ടുമല്ലോ. പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പുറത്തിട്ടിറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാന് ഡീസലടിക്കാൻ പോവാം. വാൻ്റെ ഉൾവശം മൊത്തം മെനയുടെ ഇട്ട് കേട്ടോ. കഴിച്ച കോഫി കപ്പൊക്കെ ചുമ്മാ വണ്ടിക്കകത്ത് ഇങ്ങനെ ഇട്ടേക്കും. തുടങ്ങി ക്ലീൻ ചെയ്യണം, എന്നിട്ട് വേണം പോവാൻ. വണ്ടി വീടിൻ്റെ അങ്ങോട്ട് നടത്തിക്കൊണ്ട് പോകാം. ആണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടോ. ഇനി നമുക്ക് ഡീസൽ അടിക്കാൻ പോകാം. ഈ പരിപാടികളൊക്കെ നേരത്തെ തീർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ. അങ്ങനെ നമ്മൾ റിച്ച്മണ്ടിൽ എത്തി. റിച്ച്മണ്ട് BP എത്തിട്ടോ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ. അങ്ങനെ നമ്മളത് ഡീസൽ അടിച്ചുട്ടോ. ടണ്ടായി വണ്ടി. പോയാലോ. ഞാൻ ഡീസൽ അടിച്ചിട്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മുടെ പിള്ളേർ ഇവിടെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ അവരുടെ അടുത്തിട്ട് ഒന്ന് വന്നോട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ? ഈ സ്ഥലങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കും പിള്ളേർക്ക് കളിക്കാനും ആൾക്കാർക്ക് ഗെയിമിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട്. കണ്ടില്ലേ, ചുമ്മാ നീണ്ടു നോന്ന് കിടക്കുക. ഇഷ്ടം പോലെ ഗ്രൗണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. ബോളോ കെറ്റോ ഒരു സീനും ഇല്ല. നല്ല പുല്ലൊക്കെ വളർത്തി നല്ല കിടക്കാച്ചി കിട്ടും. പ്രാക്ടീസിന് ആരും വന്നിട്ടില്ല. എമ്മാരുടെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ തിരിച്ചു വീട്ടിട്ടോ. അങ്ങനെ നമ്മൾ ഫാൻ കൊണ്ടുപോയി ഡീസലൊക്കെ അടിച്ച് കൊണ്ടുവിട്ടോട്ട് അതേ ബാക്കി കിടക്കണം. നേരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. സമയം വൈകി, ഒത്തിരി വൈകി. സമയം 2 മണി ആറായി കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ തുടങ്ങട്ടെ.
അപ്പോൾ പന്നിക്ക് വിലക്കുറവാണ്, ഞാൻ പന്നി മേടിച്ചിട്ടോ. പന്നി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളങ്ങനെ പന്നി കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഇട്ടിട്ടുണ്ട്, എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുണ്ടല്ലോ നമ്മുടെ ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി അതിനുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്നാന്ന് പറയാമോ? സൺഡേ സ്പെഷ്യൽ എന്താ പറയുക, പോർക്ക് ഫ്രൈയും ചോറും ആയിരിക്കും. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ പോർക്ക് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതെ നമ്മുടെ ചോറ് ഒരു 75% വേവിച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനത് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കയറും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് എന്നാന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് പോർക്ക് ഫ്രൈയും ഒരു വെജ് ഫ്രൈഡ് റൈസും സെറ്റ് ചെയ്യാം. പന്നിക്കറി ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പന്നി ഫ്രൈ റെഡി ആയിട്ടോ. ഒത്തിരി ഡാർക്ക് ഫ്രൈ ആക്കാനുള്ള, ജസ്റ്റ് ഒരു ലത്തി എടുക്കണ രീതിയിലാണ് നമുക്ക് ഫ്രൈഡ് റൈസ് എടുക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം, ഒരു ചൂടായ്പ ഫ്രൈഡ് റൈസ്. ബോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പന്നി ഫ്രൈയും ചൂടായ്പ ഫ്രൈഡ് റൈസും റെഡി കേട്ടോ. അപ്പൊ നമ്മുടെ ഉച്ചത്തെ ലഞ്ചുണ്ടോ, സമയം 3 മണിയായി എങ്കിലും അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് കുളിച്ചു, ഡ്രസ്സ് മാറി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ അങ്ങ് അവസാനിക്കുകയാണ്. നാളെ രാവിലെ തൊട്ട് പണിയാൻ പോകാൻ. നാളെ തിങ്കളാഴ്ചയാണ്, ബിഗ് ഡേ ആണ്. അപ്പോൾ നല്ലൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.